പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 10ാം ക്ലാസ്സിലെ മാറിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പാഠം എഴുതിയിട്ടുള്ളത് ഗബ്രിയൽ ഗാർസിയ മാർക്കസ് ആണ്. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് ദ നൂൺ. വെളിച്ചം വളരെ കുറവായിരുന്നു, ഉച്ച സമയമാണെങ്കിൽ പോലും. വെൻ പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്. പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം. അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസമായിരുന്നു. ടു സീ, കാണാൻ. വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ്. മൂവിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനങ്ങ. ഗ്രോണിങ് എന്ന് പറഞ്ഞാൽ ഒരു കരയാം, മുരള് എന്നൊക്കെ പറഞ്ഞ സൗണ്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു ശബ്ദം. ഇൻ ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. മുറ്റത്തിൻ്റെ പിറകിലായിട്ട് എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമാതിരി കരയുന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനെ നീങ്ങുന്നുണ്ട്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ. ടു വാസ് ആൻ ഓൾഡ് മാൻ. ഇവിടെ ഹീ എന്ന് പറയുന്നത് പെലായോ ആണ്. ഹീ എന്ന് പറയുന്നത് പെലായോ ആണ്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ. അതിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോകണമായിരുന്നു, എന്താണെന്ന് കാണാൻ. പോയി നോക്കിയപ്പോഴോ ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. എ വെരി ഓൾഡ് മാൻ. വളരെയധികം പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. ആ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കിടക്കുന്നത്? ഫേസ് ഡൗൺ, കമന്ന് കിടക്കുകയാണ് ഇവിടെ ചളിയിൽ. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫേർട്ട്. അദ്ദേഹം നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമെൻഡസ് എഫേർട്ട് ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അദ്ദേഹം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിന് എണീക്കാൻ പറ്റുന്നില്ല. ഹി കുഡിൻ ഗെറ്റ് അപ്പ്. ഇംപീഡഡ്. ഇംപീഡഡ് എന്ന് പറഞ്ഞാൽ തടസ്സം നേരിടുക. ഇംപീഡഡ് ബൈ ഹിസ് ഇനോർമസ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ വലിയ ചിറകുകൾ അദ്ദേഹത്തിന് എന്തായി മാറുന്നുണ്ട്? ഒരു തടസ്സമായി മാറുന്നുണ്ട്. ഫ്രൈറ്റൻഡ് ബൈ ദ സൈറ്റ്. ഇത് കണ്ട് പേടിച്ചിട്ട് പെലായോ റാൻ ടു ഗെറ്റ് എലിസൻഡ. പെലായോ എലിസൻഡൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഹിസ് വൈഫ്, എലിസൻഡ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഷീ വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. അവളുടെ വയ്യാത്ത കുട്ടിക്ക് കംപ്രസസ് എന്ന് പറഞ്ഞാൽ പൊതിച്ചു കൊടുക്കുകയാണ്. കുട്ടിക്ക് പനിയാണ്, അപ്പോൾ കുട്ടിയെ പൊതിച്ചു കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് എലിസൺ. ഹി ടുക്ക് ഹെർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. ഇവിടെയും ഹി എന്ന് പറയുന്നത് പെലായോ ആണ്, ഹെർ എന്ന് പറയുന്നത് എലിസൻ്റെയാണ്. ഹി ടുക്ക് ഹെർ ടു ദ റെയർ ഓഫ് ദ കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫോളൻ ബോഡി. അവർ രണ്ടുപേരും ആ വീണ് കിടക്കുന്ന മനുഷ്യനെ ഇങ്ങനെ നോക്കുക. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. അയാൾ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ഭിക്ഷക്കാരൻ, അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആളുകളുണ്ട്. അതാണ് റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒരു റാഗ് പിക്കറിനെ പോലെയാണ് ഈ ഒരു മാൻ ഡ്രസ് ചെയ്തിട്ടുള്ളത്. There were only a few faded hairs left on his bald skull. അദ്ദേഹത്തിൻ്റെ തലയിൽ വളരെ കുറച്ച് മുടിയേ ബാക്കിയുള്ളൂ. ബാൾഡ് സ്കൾ, കഷണ്ടി ആയിട്ടുള്ള തലയിൽ. എ വെരി ഫ്യൂ ടീത്ത് ലെഫ്റ്റ് ഇൻ ഹിസ് മൗത്ത്. അദ്ദേഹത്തിൻ്റെ വായിൽ വളരെ കുറച്ച് പല്ലു ഇനി ബാക്കിയുള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഭയങ്കര ദയനീയമായ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വെറ്റ്, നനഞ്ഞു കുതിർന്ന ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര പ്രായമായിട്ടുള്ള നനഞ്ഞു കുതിർന്ന ഒരു മുത്തശ്ശനെ പോലെ ഉണ്ട് എന്ന് പറയാം. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡ്വർ ഹി മൈറ്റ് ഹാഡ്. അദ്ദേഹത്തിന് ഉള്ള ഒരു മഹത്വം, നമുക്ക് ഈ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടാൽ ഒരു മഹത്വം, ഒരു ബഹുമാനമൊക്കെ തോന്നൂലേ? ഇയാളെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? ഈ പെലായോ പറഞ്ഞത്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ്. അദ്ദേഹത്തിൻ്റെ ഭയങ്കര വലിയ ചിറകുകൾ. ടേർട്ടി, ചളിയായിട്ടുണ്ട്. ഹാഫ് പ്ലക്ഡ്, പകുതി മുറിച്ച പോലെയാണ്. വെർ എൻടാങ്കിൾഡ് ഇൻ മഡ്, ചളിയിൽ കെട്ടിക്കുടുങ്ങി കിടക്കുകയാണ്. എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കുടുങ്ങി കിടക്കുക. They looked at him so long and so close that Pelayo and Elisenda very soon overcome their surprise. അവർ ആ മനുഷ്യനെ അടുത്തു നിന്നും ദൂരത്തു നിന്നൊക്കെ നോക്കാൻ.
അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ, ഈ ഒരു ഓൾഡ് മാനെ കണ്ടതിൽ. ഇയാൾ വെറും ഒരു ഓൾഡ് മാൻ അല്ല, വലിയ ചിറകുള്ള ഒരു മനുഷ്യനാണ്. ഇയാളെ കണ്ടതിലുള്ള അവരുടെ ആ ഒരു സർപ്രൈസ് അവരെന്ത് ചെയ്യാനും മറികടക്കാൻ. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അങ്ങനെ ഇയാളെ ഇവർക്ക് എന്ത് ചെയ്യാണ്, പരിചയമുള്ള പോലെ ഇയാളായിട്ടുള്ള പേടിയൊക്കെ മാറി ഇയാളുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു മൈൻഡിലേക്ക് വരികയാണ്. ഫെമിലിയർ. ദേ ഡെയർ ടു സ്പീക്ക് ഹിം. അവർ അയാളോട് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഹി ആൻസേർഡ് ഇൻ ആൻ ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അദ്ദേഹം ആൻസർ ചെയ്തത് ഒരു ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ്. ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരു ഭാഷയിലാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എങ്ങനെയുണ്ട്, ഒരു സ്ട്രോങ് സെയിലർ. സെയിലർ എന്ന് പറഞ്ഞാൽ കപ്പലിൽ പോകുന്ന ആളെ പോലെയുണ്ട്. ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ഭാഷ, അൺനോൺ ലാംഗ്വേജ്. ഇതൊക്കെ പറയുന്നത് ആ ഓൾഡ് മാനെയാണ്. ആ ഓൾഡ് മാൻ്റെ ഭാഷ എങ്ങനെയാണ്, ഇൻകോംപ്രഹെൻസിബിൾ ആണ്. അയാളുടെ ശബ്ദം എങ്ങനെയാണ്, ഒരു സ്ട്രോങ് സെയിലറിൻ്റെ വോയിസ് ആണ്. They concluded that she was a lonely castaway from some foreign ship. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ ഒരു ഇൻകോംപ്രഹെൻസിബിൾ ഡയലക്റ്റിലാണ് സംസാരിക്കുന്നത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു സെയിലറെ പോലെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ പെലായോയും മെലിസൻ്റെയും കൺക്ലൂഡ് ചെയ്യാണ് ഇദ്ദേഹം ഒരു കാസ്റ്റ് അവേ ആണ്. കാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ കപ്പൽ തകർന്ന് രക്ഷപ്പെട്ട ആൾ. ഓക്കെ, റെസ്ക്യൂവർ ഓഫ് എ ഷിപ്പ് റെക്ക്. ഒരു കപ്പൽ തകർന്ന് രക്ഷപ്പെട്ട ആൾക്കാണ് എന്തു പറയാം നമ്മൾ, കാസ്റ്റ് അവേ എന്ന് പറയാം. ഫോറിൻ ഷിപ്പ് റെക്ക്ഡ് ബൈ ദ സ്റ്റോം. Then they called in a neighbor woman to see him. അവരങ്ങനെ ഒരു അയൽവാസി, ഒരു നൈബറായിട്ടുള്ളൊരു സ്ത്രീയെ വിളിക്കുകയാണ് ഈ ഒരു ഓൾഡ് മാനെ കാണാൻ. ഇവിടെ ഹിം എന്ന് പറയുന്നത് ആ ഓൾഡ് മാനെയാണ്. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ഒരൊറ്റ പ്രാവശ്യം ഈ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ ഈ നൈബറിന് മനസ്സിലായി പെലായും മെലിസൻ്റെയും എന്തോ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അറിയോ, ഈ നൈബർ ലേഡി പറയാണ് ഹീസ് ആൻ ഏഞ്ചൽ. ഇയാളൊരു ഏഞ്ചലാണെന്ന് ഈ നൈബർ ലേഡി പറയാൻ. ഷീ ടോൾഡ് ദം. ആ ഒരു പെണ്ണുങ്ങൾ അവരോട് പറയാൻ. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദെയർ ചൈൽഡ്. ആ ഏഞ്ചൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, അവരുടെ ആ ഒരു വയ്യാത്ത കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ബട്ട് ദ പുവർ ഫെലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഡൗൺ ഹിം. അപ്പോൾ പറയാണ് ഈ പ്രായമായിട്ടുള്ള മനുഷ്യന് ഭയങ്കര പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പം മഴയായിരിക്കും ചിലപ്പോൾ ഈ മനുഷ്യനെ നോക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ അടിച്ച് താഴ്ത്തിടുക എന്നാണ് അർത്ഥം. ഇയാളെ തള്ളിയിട്ടത് ആകാശത്ത് നിന്നെന്ന് ആര് പറയാണ്, ഈ ഒരു നൈബർ ലേഡി പറയാണ്.